അദ്ദേഹം ചെറിയാക്കാപ്പനോട് പറഞ്ഞു, ചെറിയാച്ച ഈ പാർട്ടിയുടെ പുതിയ പാർട്ടിയുടെ അധ്യക്ഷനാകാൻ വേറൊരാൾക്ക് താല്പര്യമുണ്ട്, അതുകൊണ്ടൊന്ന് സഹകരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ചെറിയാക്കാപ്പൻ വിചാരിച്ചു നമ്മളെന്തിനാ ഈ വടക്കിൽ നിൽക്കുന്നത്. അദ്ദേഹം നേരെ ഡൽഹിക്ക് പോയി. ഈ ചെറിയാക്കാപ്പൻ എന്ന് പറയുന്ന ആരാ? ഇപ്പൊ ഈ പാലായില് ഈ പിന്നെ നമ്മുടെ ജോസ് കെ മാണിയുടെ ഉറക്കം കെടുത്തിക്കൊണ്ടിരിക്കുന്ന, കഴിഞ്ഞ 5 വർഷമായിട്ട് ഉറക്കമില്ല, ഇപ്പോഴും ഉറക്കം കെടുത്തിക്കൊണ്ടിരിക്കുന്ന മാണി സി കാപ്പന്റെ അച്ഛനാണ്. അപ്പൊ അദ്ദേഹം പോയി ആ കേരള കോൺഗ്രസിന്റെ അന്ന് മുതൽ അതാ ഒരു നമ്മുടെ ചെയർമാനെയൊക്കെ തീരുമാനിച്ചിരിക്കും, അതുപോലെ പൊളിച്ച ഒരു പാർട്ടിയാണ്. പിന്നെ ഇങ്ങോട്ട് വന്ന കെ ജോർജ് സാർ ചെയർമാനാകുന്നു, അദ്ദേഹം മരിക്കുന്നു. ഞാൻ ഒരു കഥ കൂടെ പറഞ്ഞ് കണ്ടെടുത്തു കേട്ടോ. ഈ കെ ജോർജ് സാർ മരിച്ചപ്പോ കോട്ടയത്ത് വെച്ച് ഒരാൾ കൊണ്ട് റീത്ത് സമർപ്പിച്ചു. അപ്പൊ 6 ലക്ഷം ഇവിടെ വലിച്ചെറിഞ്ഞു കോട്ടയത്ത് തിരുനക്കര മൈതാനത്ത് വെച്ചത്. എന്നിട്ട് ശവസംസ്കാരത്തിന് ശേഷം മൂവാറ്റുപുഴയിലെ ചേർന്ന ഒരു അനുശോചന സമ്മേളനത്തിന് പിന്നെ ഉള്ള 6 ലക്ഷം പറഞ്ഞു, കെ എം ജോർജ് സാറിനെ വധിച്ചവൻ അല്ലെങ്കിൽ കൊലപ്പെടുത്തിയവൻ ഇവിടെയുണ്ട്. അതാണ് ഈ പാർട്ടി. അതുകൊണ്ട് ഈ പാർട്ടിയിൽ എന്ത് സംഭവിക്കും? അതുകൊണ്ട് പാതയാകുന്ന ഈ പാടത്തിലേക്ക് ജോസ് കെ മാണിയെ തള്ളിയിടുക, ഇവരെല്ലാവരും കൂടെ തള്ളിയിടും. അതിന് CPM-ന്റെ ഒരു പിന്തുണയും ഉണ്ട് എന്ന കാര്യം ശ്രമിച്ചില്ല. പക്ഷേ ഇതിപ്പോ പരിഹരിക്കാൻ ഒരു മാർഗം. ഞാൻ കേരള കോൺഗ്രസ് ഒന്നുമല്ല, എനിക്ക് അവരോട് പ്രത്യേകിച്ച് താല്പര്യമുള്ള ഇവരൊക്കെ നമ്മുടെ നല്ല സുഹൃത്തുക്കളാണ്. അതുകൊണ്ട് ഞാനൊരു ചെറിയൊരു ഫോർമുല പറയാം. അതായത് പാലാ ജയിക്കണം. അതാണ് നമ്മുടെ റോഷി അഗസ്റ്റിന്റെ പ്രസംഗം. പാലാ എന്ന് പറഞ്ഞാല് മാണി സാറിന്റെ മണ്ഡലമാണ്, പിന്നെ കേരള കോൺഗ്രസിന്റെ വത്തിക്കാനാണ്. അപ്പൊ അവിടെ നമുക്ക് ജയിക്കണം. ഒറ്റക്കാരിക്ക് 25 വർഷം അദ്ദേഹം നമ്മുടെ റോഷി അഗസ്റ്റ് എന്ന് പറഞ്ഞ പാലക്കാട് ആ മണ്ഡലത്തിൽപ്പെട്ടാണ്. 25 വർഷമായിട്ട് ഇടുക്കിയെ സേവിച്ചുകൊണ്ടിരിക്കുക. ഇനി ഒരു 5 വർഷം നമുക്ക് പാലായെ സേവിക്കാൻ വേണ്ടി റോഷി അഗസ്റ്റിനോട്ട് വരട്ടെ. ഇടുക്കിയും കേരള കോൺഗ്രസിന് ജയിക്കാവുന്ന മണ്ഡലമാണ്. റോഷി അഗസ്റ്റിനോട് നന്നായിട്ട് നേഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യാൻ നമുക്ക് ജോസ് കെ മാണി. അപ്പൊ ഈ വക്കീല് പറയുന്ന കേൾക്കണ്ടേ, വേറെ മണ്ഡലത്തിൽ പോകുന്നതോട് ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് ഒന്നും പാർട്ടിക്കോ ജോസ് കെ മാണിക്കോ സംഭവിക്കാൻ പോകുന്നില്ല. അദ്ദേഹം നേരെ ഇടുക്കിക്ക് പോകട്ടെ, മത്സരിക്കട്ടെ, എല്ലാം സമൂറാക്കാൻ പറ്റും. ശ്രീ റോയ് മാത്യു, ജോസ് കെ മാണി ആവർത്തിച്ച് റോഷി അഗസ്റ്റിന്റെ ചോരത്തിളപ്പിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റോഷി എന്റെ ചോരത്തിളപ്പല്ല, അവിടെ പാലായിലാണ് ജോസ് കെ മാണി മത്സരിക്കേണ്ടത്, പാർട്ടി ചെയർമാൻ മത്സരിക്കേണ്ടതെന്ന് പറയുന്നു. എന്ന് മാത്രമല്ല, ഒരു കോൺഫിഡൻസ് ആണ് എന്നെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നത്. കോൺഫിഡൻസ് ആണ്, ഞാൻ ഇടുക്കിയിൽ ഉണ്ടാവും, അതുപോലെ ഒരു കോൺഫിഡൻസ് പാലായിലും ഉണ്ടാവണം എന്ന അർത്ഥത്തിലാണ്. ഇത് ശരിക്കും ശ്രീ ജോസ് കെ മാണിയെ നിർത്തി അപമാനിക്കുകയാണോ, അദ്ദേഹത്തെ ഒരു ട്രാപ്പിലാക്കുകയാണോ? എന്താണ് ഷിറോയ് മാത്യു തോന്നുന്നത്? കേരള കോൺഗ്രസിന്റെ ചരിത്രം വെച്ച് നോക്കുമ്പോൾ അതിലെ ആ സാധ്യതകളിലേക്കൊക്കെ തന്നെയാണ് പോകുന്നത്. കാരണം അവർക്ക് അങ്ങനെ അല്ലാതെ വേറൊരു ലെവലിലേക്ക് ആലോചിക്കാനോ അതല്ലാതെ വേറെ രീതിയിൽ ചിന്തിക്കാനോ കഴിയുന്ന ഒരു പാർട്ടിയല്ല ഈ കേരള കോൺഗ്രസ് എന്ന് പറയുന്നത്. മുമ്പ് സണ്ണിക്കുട്ടി എബ്രഹാം പറഞ്ഞ ലൂസിഫറിലെ കഥ മാണി സാർ തന്നെ നേരത്തെ പാർട്ടി മീറ്റിങ്ങുകളിൽ പറഞ്ഞിട്ടുള്ളൂ. വേറൊരു തരത്തിലാണ് പറഞ്ഞത്. TM-ക്ക് പറഞ്ഞ കഥ ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് നമ്മൾ പിന്നെ പ്രൈമറി സ്കൂളിൽ പഠിക്കുമ്പോൾ പിള്ളേരെ ബെഞ്ചിൽ ഇരുത്തിയിട്ട് പരസ്പരം തള്ളി അറ്റത്ത് കൊണ്ടുവെക്കും. അവൻ അറിയാത്ത സമയത്ത് എടുത്തൊരു തള്ളു കൊടുക്കും എന്നുള്ളതാണ് മാണി സാർ. അങ്ങനെയാണ് മാണി സാർ പറഞ്ഞത്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ചരിത്രം പാർട്ടി വേദികളിൽ പറഞ്ഞതായിട്ട് TM-ക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ പ്രോസസ് എല്ലാ കാലഘട്ടങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോ ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് റോഷി അഗസ്റ്റിൻ ആ പാർട്ടിക്കകത്ത് കൈവന്നിരിക്കുന്ന അദ്ദേഹത്തിന്റെ സ്വാധീനം, മഹീഷത്വം ഒക്കെ തന്നെ ജോസ് കെ മാണിയെ ഭയപ്പെടുന്നുള്ളത് ശരിയായ കാര്യമാണ്. ജോസ് കെ മാണിക്ക് ഒരു നേതാവിന് വേണ്ട ഒരു സാമാന്യ കഴിവോ ഒരു സ്ട്രീറ്റ് സ്മാർട്ട്നെസ്സോ ഒന്നുമില്ല എന്നുള്ള കാര്യം ഈ കഴിഞ്ഞ വർഷങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പാലായിൽ ജോസ് കെ മാണിക്ക് ഒരു കംഫർട്ടബിൾ ആയിട്ട് ജയിക്കാനോ പാലായിൽ തന്റെ പിതാവ് ഉണ്ടാക്കിയ അധീശത്വം ഉറപ്പിക്കാനോ കഴിയാത്ത ഒരു സാഹചര്യം. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ റോഷി അഗസ്റ്റിൻ ഉയർത്തുന്ന ഈ സ്വാധീനങ്ങളും ഈ ഭീഷണിയും ഒക്കെ തന്നെ പലപ്പോഴും വഴങ്ങേണ്ടി വരുന്നത്. ജോസ് കെ മാണി കൊണ്ടുവന്ന കേരള UDF-ലേക്ക് സഹകരിക്കാനുള്ള സാധ്യതകളെ മുഴുവൻ അട്ടിമറിച്ചത് റോഷി അഗസ്റ്റിൻ ആണെന്ന് എല്ലാവർക്കും അറിയാം. അതാണല്ലോ ഇടുക്കിയിലെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി CV വർഗീസ് അവരുടെ പാർട്ടി മീറ്റിംഗിൽ പറഞ്ഞത്. റോഷി അഗസ്റ്റിൻ ഉണ്ടായിരുന്നുകൊണ്ട് UDF-ലേക്ക് പോയില്ല എന്നുള്ള പാർട്ടിയുടെ തീരുമാനം അംഗീകരിച്ച് നിന്നു എന്നാണല്ലോ CV വർഗീസ് പാർട്ടി മീറ്റിംഗിനകത്ത് പറഞ്ഞത്. അപ്പോ ജോസ് കെ മാണിയുടെ തന്ത്രങ്ങളെ അല്ലെങ്കിൽ ജോസ് കെ മാണിയുടെ നീക്കങ്ങളെ അടിമുടി വെട്ടിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിയിലാണ് റോഷി അഗസ്റ്റിൻ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം റോഷി അഗസ്റ്റിന്റെ സാധ്യത എന്ന് പറയുന്നത് കേരള കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള മന്ത്രി ആരാണ്,
ആ മന്ത്രിക്ക് ചുറ്റും ഉപകരണങ്ങൾ ഉണ്ടാക്കി അതിന്റെ സ്വാധീനം പണം ഒക്കെ ഉപയോഗിച്ചാണ് കേരള കോൺഗ്രസ് എല്ലാ കാലങ്ങളും എം മാണിയാണ് അത് ഇവരൊക്കെ തന്നെ പഠിപ്പിച്ചത്. പിന്നീട് വന്ന TNDK ആയാലും ജോസഫ് ആയാലും ഒക്കെ തന്നെ അവരവരുടെ ഈ അധികാര കേന്ദ്രങ്ങളെ പിടിച്ചു നിർത്തിക്കൊണ്ട് അതിനകത്ത് ഉണ്ടാക്കുന്ന സ്വാധീനങ്ങൾ വെച്ചിട്ടാണ് അവർ പോകുന്നത്. അല്ലാതെ അവർ ആശയങ്ങളുടെ പേരിലൊന്നും അല്ല പോയിക്കുന്നത്. ഒരിക്കലും അവർക്ക് അങ്ങനെ പറയത്തക്ക ഒരു ആശയവുമില്ല, ആദർശവും ഇല്ല, അങ്ങനൊന്നും ഇല്ലാത്തൊരു പാർട്ടിയാണ് അവര്. സർക്കാർ രാഷ്ട്രീയ അതാണ് ജയശങ്കർ വക്കീൽ ഇടയ്ക്കിടയ്ക്ക് പറയുന്നതാണ്, ആശയമല്ല ആമാശയമാണ്. ജയശങ്കർ വക്കീലാണ് ആ ഒരു അത് കേരള കോൺഗ്രസ്സുകാരെ ഉദ്ദേശിച്ച് തന്നെ പറഞ്ഞതാണ്, അതിനകത്ത് തർക്കമൊന്നുമില്ല. അതാണ് അതിന്റെ ഒരു 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 പിന്നെ ജീൻ എന്ന് പറയുന്നത്, അതിന്റെ DNA അങ്ങനെ തന്നെയാണ്. ആ അവസ്ഥയിലാണ് അത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് വേറൊരു കാര്യത്തെ കുറിച്ച് അവർ ആലോചിക്കാൻ കഴിയില്ല. നമ്മൾ ഓർക്കുന്നില്ലേ 1989 ചന്ദ്രശേഖരൻ മന്ത്രിസഭ ഉണ്ടാക്കുന്ന സമയത്ത് കേന്ദ്രത്തിൽ അന്നെങ്ങനെയാണ് അന്ന് മാണി തോമസ് കുതിരോട്ടം ആകുന്ന മന്ത്രിയാകാൻ സാധ്യതയുള്ള ഒരു സമയത്തേക്കാണ് KM മാണി ഇവിടുന്ന് വണ്ടി കയറി അവിടെ വന്ന് മന്ത്രിയാകാൻ ശ്രമിക്കുകയും മന്ത്രിയാകാതെ പോവുകയൊക്കെ ചെയ്തത്. അപ്പൊ അധികാരത്തിന്റെ ഭാഗത്തേക്ക് ഒട്ടി നിൽക്കുക എന്ന് പറയുന്നത് കേരള കോൺഗ്രസിന്റെ ഒരു ചരിത്രം അങ്ങനെ തന്നെയാണ്. അതിനപ്പുറത്തേക്ക് അവർക്ക് മാറി ചിന്തിക്കാനൊന്നും കഴിയത്തില്ല. അപ്പൊ റോഷി അഗസ്റ്റിൻ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള സ്വാധീനം കഴിഞ്ഞ 5 വർഷം കൊണ്ട് പാർട്ടിയുടെ അണികൾക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്വാധീനം, ആ സ്വാധീനത്തെ മറികടക്കാൻ ജോസ് കെ മാണിക്ക് ചെയർമാൻ എന്നുള്ളതിൽ കഴിയുന്നില്ല എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ ഈ മൈക്ക് തട്ടിപ്പറിച്ച് ഈ ഡയലോഗ് ഒക്കെ അടിക്കുകയും ജോസ് കെ മാണി പിന്നെ പറഞ്ഞത് ചോരത്തിളപ്പ് കൊണ്ട് ജോസ് കെ മാണിയെക്കാട്ടിൽ 3 വയസ്സിന് വ്യത്യാസമേ ഉള്ളൂ ഇവര് തമ്മിൽ. അപ്പൊ എവിടെ നിന്നാണ് ഈ ചോര തിളയ്ക്കുന്നത്? ജോസ് കെ മാണിക്ക് ഓൾറെഡി 61 വയസ്സായി, മറ്റേ ആൾ 57 വയസ്സുമായി. അപ്പൊ അവിടെ നിന്ന് ചോര തിളയ്ക്കുന്ന സ്ഥിതിയിലൊന്നും അല്ല ഇത് ജോസ് കെ മാണിയുടെ പാർട്ടി റോഷി അഗസ്റ്റിൻ പൂർണ്ണമായി ടേക്ക് ഓവർ ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അതുകൊണ്ട് തന്നെയാണ് റോഷി അഗസ്റ്റിൻ എടുത്തെടുത്ത് പറയുന്നത് ചെയർമാൻ മത്സരിക്കണം, ചെയർമാൻ കോൺഫിഡൻസ് ഉണ്ടാവണം, ചെയർമാൻ പിന്നെ ഇത് നാഥനില്ല കളരിയല്ല എന്നൊക്കെ റോഷി പറയുന്നതിന് പിന്നിൽ ഒരു കൃത്യമായ ഒരു അജണ്ടയുണ്ട്. ഒരു ഗ്രാൻഡ് ഡിസൈൻ വെച്ചിട്ടാണ് റോഷി സംസാരിക്കുന്നത്. ഈ ഇപ്പൊ നിലവിലെ സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സാഹചര്യത്തിൽ പാലാ ഒരു സ്ഥലത്ത് ജോസ് കെ മാണിക്ക് ഇറങ്ങി നിന്ന് വോട്ട് പിടിക്കാനുണ്ടെന്ന് ഒരു സാഹചര്യങ്ങളും ഇല്ല. അദ്ദേഹത്തിന്റെ വാർഡ് പോലും ഉൾപ്പെടെ നഷ്ടപ്പെട്ടു നിൽക്കുകയാണ്. 52-53 വർഷമായി കൈവശം വെച്ചിരുന്ന പാലാ മുനിസിപ്പാലിറ്റി നഷ്ടപ്പെട്ടു. അതിനേക്കാട്ടും ഉപരി ജോസ് കെ മാണിയുടെ ബദ്ധശത്രു എന്ന് പറയുന്ന പുളിക്കക്കണ്ടം ബ്രദേഴ്സ് അവര് പാലായുടെ മുനിസിപ്പാലിറ്റിയുടെ ഭരണം പിടിച്ചു നിൽക്കുന്നു. ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ജോസ് കെ മാണിക്ക് ഇനി ഒരു ഇലക്ഷന് മത്സരിച്ച് തൂക്കുക എന്ന് പറയുന്നത് ജോസ് കെ മാണിയുടെ രാഷ്ട്രീയത്തിന്റെ അവസാനമായിട്ട് വലിയ മാറിപ്പോകും. അപ്പൊ ആ യാഥാർത്ഥ്യം അദ്ദേഹത്തെ അലട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ പാർട്ടി കമ്മിറ്റി തീരുമാനിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞൊഴിഞ്ഞ് നിൽക്കുന്നത്. അപ്പോ ആ ഒരു സാഹചര്യത്തിൽ ഇനി ഒരു മത്സരിച്ച് തൂക്കുക എന്ന് പറയുന്നത് ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ ജീവിതത്തിന്റെ അവസാനമായിരിക്കും. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് റോഷി അഗസ്റ്റിൻ കഴിഞ്ഞ കാരണം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വന്ന, യൂത്ത് ഫ്രണ്ടിലൂടെ വന്ന, കഴിഞ്ഞ 25 വർഷമായി കേരള അസംബ്ലിയിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ളതിൽ അയാളുടെ തന്ത്രങ്ങളിലേക്കാണ് ഈ പാർട്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനനുസരിച്ച് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇപ്പോൾ തന്നെ നോക്കിയാൽ മതി, ഈ 5 MLA-മാരിൽ എങ്ങോട്ട് വേണേലും ചാടാവുന്ന സ്ഥിതിയിലാണ് നിൽക്കുന്നത്. ജോസ് കെ മാണിയുടെ ഔദാര്യത്തിൽ വന്ന് സീറ്റ് വാങ്ങിച്ച് റാന്നിയിൽ മത്സരിച്ച പ്രമോദ് നാരായണൻ വരെ ജോസ് കെ മാണിയെ വിട്ടിട്ട് അപ്പുറത്ത് നിൽക്കുകയാണ്, റോഷിയിലൂടെ മാറുകയും. അപ്പൊ ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ തന്നെ ജോസ് കെ മാണി അലട്ടുന്നുണ്ട്. പാർട്ടിക്കുള്ളിൽ അദ്ദേഹത്തിന്റെ സ്വാധീനം നഷ്ടപ്പെടുകയാണെന്നും ഈ കത്തോലിക്ക സഭയ്ക്കകത്തുള്ളിൽ തന്നെ അദ്ദേഹത്തിനുള്ള സ്വാധീനങ്ങൾ കുറയുകയാണെന്നും ഒക്കെ അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. കാരണം 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ കഴിഞ്ഞ വർഷം നടന്ന പ്രധാനപ്പെട്ട 2 ഫംഗ്ഷനുകളായിരുന്നു ചങ്ങനാശ്ശേരിയിലും നടന്നത്. അതായത് ഒന്ന് ആർച്ച് ബിഷപ്പ് തോമസ് തറയിലിന്റെ സ്ഥാനാരോഹണം, ഏതാണ്ട് 1 മാസം കഴിഞ്ഞ് നടന്ന കർദിനാൾ കൂവക്കാടിന്റെ സ്ഥാനാരോഹണം. ഈ 2 സ്ഥാനാരോഹണങ്ങളിലും മുഖ്യ അതിഥിയായിട്ട് സഭ കൊണ്ടുവന്നത് റോഷി അഗസ്റ്റിനായിരുന്നു. അവിടെ സദസ്സിലായിരുന്നു പാവം ജോസ് കെ മാണി ഇരുന്നത്. അന്നത്തെ ആ 2 മീറ്റിംഗുകളുടെ ഉദ്ഘാടകൻ പ്രതിപക്ഷ നേതാവായിരുന്നു, അത് വേറെ കാര്യം. പക്ഷേ സഭ വളരെ കൃത്യമായി ഐക്യം സ്ഥാപിക്കുകയും അടുപ്പം സ്ഥാപിക്കുകയും ചെയ്ത റോഷിയോടാണ്. KM മാണിയുടെ മകൻ എന്നുള്ള പരിഗണന പോലും ജോസ് കെ മാണിക്ക് പലപ്പോഴും ഈ സഭയുടെ പരിപാടികളിലൊന്നും തന്നെ കിട്ടുന്നില്ല. ഇൻഫാമിന്റെ 25ാം വാർഷികം അടിമാലിയിൽ നടന്നു. ജോസ് കെ മാണി ഇല്ലായിരുന്നു അവിടെ. മുഖ്യമന്ത്രി പങ്കെടുത്ത അതിനുശേഷം അതിന്റെ സമാപന സമ്മേളനം കാഞ്ഞിരപ്പള്ളിയിൽ നടന്നപ്പോ അവിടെയും ജോസ് കെ മാണിയെ വെറും ഒരു സദസ്സിലാണ് അവരോട് ഇരുത്തിയിരുന്നത്. അപ്പൊ ഈ യാഥാർത്ഥ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സഭ നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല, സഭ ജോസ് കെ മാണിയെ വിട്ടിട്ട് റോഷി അഗസ്റ്റിനുമായിട്ട് ഏതാണ്ട് കൃത്യമായ അടുപ്പം സ്ഥാപിച്ചു നിൽക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അപ്പൊ അവിടെ ഏതാണ്ട് ഒരു അനാഥനാക്കപ്പെട്ട അവസ്ഥയിലേക്കാണ് ജോസ് കെ മാണിയുടെ രാഷ്ട്രീയം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി ഒരു തോൽവി ഉണ്ടാവുക എന്നുള്ളത് അത് ഒഴിവാക്കാനുള്ള തന്ത്രങ്ങളിലാണ് അദ്ദേഹം ആലോചിക്കുന്നത്. പാലാ വിട്ട് മത്സരിച്ച ജോസ് കെ മാണിയുടെ കാര്യം
പിന്നെ പറയാനില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. കാരണം 53 വർഷം അദ്ദേഹത്തിന്റെ പിതാവ് കൈവച്ചിരുന്ന മണ്ഡലമാണ് അത്. മാണി സി കാപ്പൻ വീണ്ടും ഒരിക്കൽ കൂടി ജയിച്ചു വരിക, ജോസ് കെ മാണി വീണ്ടും തോറ്റുപോകുക എന്ന് പറയുന്ന സ്ഥിതി ഉണ്ടായാൽ റോഷി അഗസ്റ്റിന്റെ കയ്യിലേക്ക് ഈ പാർട്ടി പോകുമെന്നുള്ള യാഥാർത്ഥ്യം അദ്ദേഹത്തിന് നന്നായിട്ട് തിരിച്ചറിയാൻ കഴിയും. ഇടവേള ശേഷം